ഏറെ മുഖവരകളൊന്നും പറയാതെ തന്നെ പെട്ടെന്ന് തിരുവചന ചിന്തയിലേക്ക് പ്രവേശിപ്പാനാണ് താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ചിന്താവിഷയം ഇതാണ്. റോമാലേഖനം നമ്മൾ ചിന്തിച്ച ചിന്താവിഷയം 3-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ ചിന്തിച്ചത് ഇങ്ങനെയാണ്. 3-ന്റെ 9-ാമത്തെ വാക്യം, നിങ്ങൾക്ക് എന്ത് വിശേഷതയുള്ളൂ? നമുക്ക് എന്ത് വിശേഷതയുള്ളൂ? അശേഷമില്ല. പാപസംബന്ധമായി ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭക്തൻ എന്ന നിലയിൽ നമുക്ക് യാതൊരു വിശേഷതയുമില്ല. എന്നാൽ നിങ്ങൾക്ക് എന്ത് വിശേഷതയുള്ളൂ? നമുക്ക് ചില വിശേഷതകളുണ്ട്. സാധാരണ മനുഷ്യരിൽ നിന്നും നമുക്ക് ചില വിശേഷതകളുണ്ട്. അത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു, സമാധാനത്തിന്റെ ദൈവം നമ്മോട് കൂടെയുണ്ട്. ലോകമനുഷ്യർക്ക് ഇല്ലാത്ത ഒരു വലിയ പ്രത്യേകത നമ്മൾ ചിന്തിക്കാൻ ഇടവന്നു. സമാധാനത്തിന്റെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ചിന്തിക്കാൻ ഇടവന്നു. അതില്ലെങ്കിൽ പോയി നമ്മൾ ശേഷം മനുഷ്യരാണെന്ന് ചിന്തിക്കാൻ ഇടവന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ വീണ്ടും ചിന്തിക്കാൻ ഇടവന്നു. 2 തിമോഥെയോസ് 1-ന്റെ 7-ാമത്തെ വാക്യമാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വ്യത്യാസം തന്നിരിക്കുകയാണ്. ധൈര്യത്തിന്റെയും ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ തന്നിരിക്കുകയാണ്. അതാണ് 2ാമത്തെ വ്യത്യാസം. ധൈര്യത്തിന്റെയും ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ തന്നു. വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല തന്നിരിക്കുന്നത്. ഒരു ആത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്, ഒരു സ്പിരിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ സ്പിരിറ്റിന്റെ പ്രത്യേകത നമ്മൾ ചിന്തിക്കാൻ ഇടവന്നു. വിശദമായി കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ചിന്തിക്കാൻ ഇടവന്നു. പങ്കെടുത്തവർക്ക് അത് ധ്യാനത്തിൽ ഓർക്കുന്നുണ്ട്. വീണ്ടും അതിനെക്കുറിച്ച് പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന മറ്റൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയെക്കുറിച്ച് ചിന്തിക്കാൻ താല്പര്യപ്പെടുകയാണ്. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 26-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. ആക്ട്സ് ചാപ്റ്റർ 26 വേഴ്സ് 22. ആ വാക്യം ഞാൻ ആദ്യം വായിക്കാം. വായിച്ചോളൂ. ഉറക്കെ വായിച്ചോളൂ. വായിക്കൂ. എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കുക ഞാൻ ഇന്ന് വരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. പൗലോസ് ഒരു സാക്ഷ്യം പറയും. അഗ്രിപ്പാ രാജാവിന്റെ മുന്നിൽ സാക്ഷ്യം പറയുന്ന വാചകമാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ പറയുകയാണ്, എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കാൻ. സ്തോത്രം. നമ്മുടെ ഒരു പ്രത്യേകതയാ. അത് ഞാൻ ഇങ്ങനെ പാട്ട് പാടാനും കാരണം, ആരും സഹായം ഇല്ലാതെ വന്നാലും ലോക മനുഷ്യർക്കും പലപ്പോഴും സഹായം ഇല്ലാതെ വരുന്ന സാഹചര്യം വരാറുണ്ട്. എല്ലാവരും സപ്പോർട്ട് വന്ന് വിചാരിച്ചാലും ചില സാഹചര്യം വരുമ്പോൾ ആരും സഹായം ഉണ്ടാവില്ല. ആരും സഹായം ഇല്ലാതെ വരും. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് അങ്ങനെയല്ല. എനിക്ക് ദൈവത്തിന്റെ സഹായം ലഭിക്കാൻ. ദൈവമക്കളെ നമുക്കൊരു പ്രത്യേകതയുണ്ട്, ദൈവത്തിന്റെ സഹായം ലഭിച്ചിരിക്കുക. അങ്ങനെ ദൈവത്തിന്റെ സഹായം ലഭിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്ന് വരെ നിൽക്കുന്നത്. ഒന്ന് പറഞ്ഞേ, നമ്മൾ ഇന്ന് വരെ നിൽക്കാൻ കാരണം എന്താ? മറ്റാരും സപ്പോർട്ട് ചെയ്തല്ല നമ്മൾ നിൽക്കുന്നത്. സൂചിച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പറയാൻ പറ്റില്ല. സൂചിച്ചിട്ട് വേലയ്ക്ക് വേണ്ടിയൊക്കെ പോയ സമയത്ത് പലരും സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. പുതിയ വേല സ്ഥലത്ത് വർക്ക് ചെയ്തപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. എന്നാൽ ദൈവം നടത്തിയ വിധം അത്ര വലുതാണ്. ആരും സപ്പോർട്ടില്ലാതെ വരുമ്പോഴും ദൈവം നടത്തുന്ന വിധങ്ങൾ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ദൈവത്തിന് സഹായം ലഭിച്ചുകൊണ്ട് ഞാൻ ഇന്ന് വരെ നിൽക്കുന്നത് ദൈവത്തിന് സഹായം ലഭിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ വിശേഷതയാ ദൈവത്തിന് സഹായം ലഭിക്കുന്നത്. അതുകൊണ്ട് ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറയാനായിട്ട് കഴിഞ്ഞു എന്ന് വായിക്കുകയാണ്. ഇനി ദൈവത്തിന് സഹായം ലഭിക്കുന്ന ഒരു 6-7 കാര്യങ്ങൾ പറയാൻ പോവുക. നമുക്ക് അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ സമയത്ത് എനിക്ക് ശരിയാ, ഈ സഹായം എനിക്ക് ഇപ്പം ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഉടനെ സ്വത്രം പറഞ്ഞോളൂ. മറക്കരുത്. സ്വത്രം പറഞ്ഞാൽ ശക്തി ഏറ്റെടുത്തോളണം. എല്ലാവരും റെഡിയാണോ? എല്ലാവരും റെഡിയല്ലേ? ഇനി വളരെ ശക്തമായി ദൈവത്തിന്റെ ആലോചന പറയാൻ പോവുകയാണ്. ഇത് വെറുതെ ഒരു വചനം പറയുന്നതല്ല, ഒരു പരിശുദ്ധാത്മാവിലുള്ള ഒരു നിയോഗത്താലുള്ള ശുശ്രൂഷയാണ്. സമയത്തിന്റെ പരിമിതി മൂലം ഏറെ എനിക്ക് വിശദീകരിക്കാൻ കഴിയില്ല. ദൈവമക്കൾ എന്നോട് കൂടെ വരേണ്ടത് ആവശ്യമാണ്. എടുക്കാം. യെശയ്യാ പ്രവചന പുസ്തകം എടുക്കാം. 41-ാമത്തെ അധ്യായം. യെശയ്യാ പ്രവചനം 41-ാമത്തെ അധ്യായം. അതിന്റെ 10 മുതൽ വായിക്കാം. 10-ാമത്തെ വാക്യം ആദ്യം വായിച്ചാട്ടെ. അവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് വായിക്കാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും. ദൈവം ചെയ്യാൻ പോകുന്ന കാര്യമാണ്, നമുക്കുള്ളൊരു കാര്യമാണ്. ദൈവം നമ്മെ ശക്തീകരിക്കും, നമ്മെ സഹായിക്കും. ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഇത് മറ്റാർക്കും ലഭിക്കാത്ത ഒരു സഹായമാണ്. ഇത് ആരിൽ നിന്നാണ് കിട്ടുന്നതെന്ന് അറിയാമോ? സർവശക്തനിൽ നിന്നുള്ള സഹായമാണ് കിട്ടുന്നത്. നമ്മുടെ ഭൗതികമായ സമ്പത്തുള്ള ഒരാളുടെ സഹായമല്ല ഇവിടെ ലഭിക്കുന്നത്. സർവസമ്പന്നനായ സർവത്തിന് ഉടയവനായവന്റെ നിന്നുള്ള ഒരു സപ്പോർട്ട്, ആ ദൈവത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് ലഭിക്കുകയാണ്. ആ സപ്പോർട്ട് ലഭിച്ചാൽ നമ്മൾ ശക്തിപ്പെടും. നമ്മൾ ബലഹീനരാണ്,
ബലഹീനരായി നമ്മെ ശക്തീകരിക്കും, നമ്മെ സഹായിക്കും. നമ്മെ ഒന്ന് താങ്ങിയാൽ മതി. ഒരു താങ്ങ് കിട്ടിയാൽ നമ്മൾ വീണ് പോകില്ല. എവിടെയൊക്കെയാണ് നമ്മൾ താങ്ങിയിരിക്കുന്നത് നമ്മൾക്കത് ചിന്തിക്കാൻ പോവുകയാണ്. ഇനി താഴോട്ട് വായിക്കാൻ പോവുകയാണ്, വിശദീകരിക്കുന്നില്ല. വായിക്കാം 11-ാമത്തെ വാക്യം. അവിടെ നിൽക്കട്ടെ. ദൈവമക്കളാ, ആരാത്? ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവം പറയാ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം വരാൻ പോവുക. എന്താ പ്രശ്നം എന്നറിയോ? നിന്നോട് ചിലർ കോപിക്കും. നിന്നോട് ചിലര് എത്ര കാര്യങ്ങൾ നമ്മൾ ദൈവകൃപയിൽ നിന്നാലും ദൈവത്തിന്റെ സപ്പോർട്ട് ഒക്കെ ഉള്ള സമയത്ത് പറയുക, നിനക്ക് സപ്പോർട്ട് ആവശ്യം വരുന്നുണ്ട്. എന്താ ആവശ്യം വരുന്നതെന്ന് അറിയോ? നിന്നോട് ചിലർ കോപിക്കും. ആ സമയത്ത് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും കർത്താവ് സപ്പോർട്ട് ചെയ്താ നിന്നോട് കോപിക്കുന്നവരെ അമ്പരന്ന് ലജ്ജിക്കാൻ പോവുക. അവർ ലജ്ജിക്കും. ഒരു ആമയും പറഞ്ഞ, കർത്താവേ എന്നോട് കോപിക്കുന്ന ചിലരുണ്ട്, ജോലി സ്ഥലത്ത് ചിലർ കോപിക്കുന്നവരുണ്ട്, എന്റെ ബന്ധുക്കളായി ചർച്ചകളായി പ്രിയപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് ചിലർ എന്നോട് കോപിക്കുകയപ്പോ വെറുതെ എന്നോട് കോപിക്കുക. കർത്താവ് എനിക്കൊരു സപ്പോർട്ട് ആവശ്യമുണ്ട്. ഈ കോപത്തിന്റെ മധ്യത്തിൽ എനിക്കൊരു ജയം വേണം, ഇല്ലെങ്കിൽ ഞാൻ തകർന്നു പോകും, ഞാൻ ക്ഷീണിച്ചു പോകും. നമ്മളോട് ആരെങ്കിലും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം തകർന്നു പോകും, മനസ്സ് തളർന്നു പോകും, ക്ഷീണിച്ചു പോകും. ഏതാകും എന്ന് ചോദിച്ച് നമ്മൾ ഭാരപ്പെടും. ആ സമയത്ത് കർത്താവിന്റെ ഒരു സപ്പോർട്ട് കിട്ടിയാൽ, ഓ ഹല്ലേലൂയ, ഈ കോപം ഇവിടെ ശമിക്കും. ആർക്ക് ശമിപ്പിക്കാൻ കഴിയില്ല. നീ ഒന്ന് ശാന്തനാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തനായെന്ന് വരില്ല. എന്നാൽ എന്റെ കർത്താവ് ഒന്ന് ഇടപെട്ടാൽ, കർത്താവേ ഈ സമയത്ത് എനിക്കൊരു സപ്പോർട്ട് ആവശ്യമാണ്, ചിലർ എന്നോട് കോപിക്കുന്നുണ്ട്, എനിക്കൊരു സഹായം ആവശ്യമാണെന്ന് പറഞ്ഞ് ഒന്ന് സ്തോത്രം പറഞ്ഞേ, ആ സഹായം നമുക്ക് ലഭിക്കും. അടുത്തത്, ചിലരെ വാദിക്കാൻ നിൽക്കുക, വലിയ വാദമൊക്കെ പറഞ്ഞിരിക്കുക. നീ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞ് വാദിക്കുക. അവർ നശിച്ചില്ലാതെയാകും. എന്താ കാരണം? ദൈവത്തിന്റെ ഒരു സപ്പോർട്ട് വരിക, ഈ വാദമൊക്കെ നിൽക്കാൻ പോവുക. ആ വാദം ഇല്ലാതെയാകും. ഒന്നാമേ പറഞ്ഞേ, ഇനി തൊട്ട് എന്റെ വീട്ടിൽ വാദം ഉണ്ടാകില്ല. നമ്മുടെ വീട്ടിൽ വാദപ്രതിവാദം ഉണ്ടായി കഴിഞ്ഞാൽ സന്തോഷം പോകും. എന്റെ വീട്ടിൽ ഇനി വാദപ്രതിവാദം ഉണ്ടാകില്ല. കർത്താവെ അങ്ങയുടെ സപ്പോർട്ട് കിട്ടിയാൽ ഈ പ്രശ്നത്തിന് പരിഹാരം വരും. അങ്ങയുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യമായിരിക്കുന്നത്, അങ്ങയുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അടുത്തത്, പിന്നെ പോരാടുന്ന ആൾക്കാർ വരും. പോരാട്ടം, വലിയ പോരാട്ടം. അന്ധകാര ദുഷ്ടശക്തികൾ പോരാടുക. രോഗമിട്ടായിരിക്കാം, ക്ലേശമിട്ടായിരിക്കാം, ദുഃഖമിട്ടായിരിക്കാം, നമ്മളെ അങ്ങ് പോരാടി നിൽക്കുക. ഒരു ജയം കിട്ടുന്നില്ല. യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഒരു സ്വസ്ഥതയും ഇല്ല. പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് ഓരോന്ന് വന്ന് വീഴുക, ബോംബ് വന്ന് വീഴുക, ചില അമ്പുകൾ വന്ന് തറയ്ക്കുക. എന്നാൽ കർത്താവ് പറയാ, നിന്നോട് പോരാടുന്നവരുടെ വിഷയത്തില് നിനക്കൊരു സപ്പോർട്ട് ആവശ്യമാണ്, ഞാൻ സപ്പോർട്ട് ചെയ്തോളാം. കർത്താവ് സപ്പോർട്ട് ചെയ്യാൻ പോകും. അടുത്തത്, പോരാട്ടം മാത്രമല്ല, അത് വെറുതെ ഒരു ചെറിയൊരു പോരാട്ടം, അന്ധകാര ശക്തി മാത്രമല്ല, ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും, വെറുതെ ഒരു പോരാട്ടമല്ല, ഇത് യുദ്ധക്കളമായി മാറിയിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രീതിയിലേക്ക് സംഗതി മാറുക. അവിടെയാണ് ദൈവം ജയം തരാൻ പോകുന്നത്. നിനക്കൊരു സപ്പോർട്ട് ആവശ്യമാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നു, കർത്താവേ എനിക്ക് ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ തിരുവചനം എന്നോട് പറഞ്ഞതാ, കർത്താവെ എന്നോട് ഇടപെട്ടതാ, കർത്താവെ നിന്റെ സപ്പോർട്ട് വന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. ഏതൊക്കെ പ്രശ്നങ്ങളാ? കോപിക്കുന്ന അനുഭവം, ബാധിക്കുന്ന അനുഭവം, പോരാടുന്ന അനുഭവം, യുദ്ധം ചെയ്യുന്ന അനുഭവം, ഇതിലെല്ലാറ്റിൽ നിന്നും എനിക്ക് ജയം വേണം കർത്താവേ എന്ന് പറഞ്ഞ് ആമേ പറഞ്ഞാൽ മതി. കംപ്ലീറ്റ് ക്ലിയർ ആവും. ഏത് വിഷയവും സോൾവ് ആവും. വേറെ ആരും വന്ന് സപ്പോർട്ട് ചെയ്യേണ്ട. ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ കർത്താവ് ആയിരിക്കണം. സ്തോത്രം. രണ്ടെണ്ണം കൂടെ പറഞ്ഞ് നിർത്താനേ പറ്റുള്ളൂ. വായിക്കാം. 1 കൊരിന്ത്യർ 10:12. എന്തിനാണ് നമ്മൾ കർത്താവ് സപ്പോർട്ട് ചെയ്യണത്? 1 കൊരിന്ത്യർ 10:12. 1 കൊരിന്ത്യർ chapter 10:12. മതി. നമ്മൾ നിൽക്കുന്നു എന്ന് തോന്നുമ്പോ ഒരു പ്രശ്നമുണ്ട്, വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് താങ്ങുന്നത്. നമ്മൾ വീഴാൻ പോകുക, അപ്പൊ കർത്താവ് താങ്ങുക. അതാണ് 42-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, യേശയ്യാപ്രവചനം 42 പറയുന്നത്, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃദ്ധൻ, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു, അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. ഇവിടെ പറയാ നമ്മൾ വീഴാൻ സാധ്യതയുണ്ട്, കൃപയെന്ന് വീഴാൻ സാധ്യതയുണ്ടെന്ന്. ഈ പ്രശ്നങ്ങളൊക്കെ കൂടെ നമ്മുടെ പിന്നാലെ വന്നു കഴിഞ്ഞാൽ ആത്മീയഗോളത്തിൽ പോലും കാണില്ല. നമ്മൾ നിലനിന്ന് പോകുന്നൊക്കെ വിചാരിച്ചു, അന്ത്യം വരെ ഓടുന്നു വിചാരിച്ചതാ. പക്ഷെ കോപിക്കുന്നവര്, വാദിക്കുന്നവര്, പ്രശ്നങ്ങളൊക്കെ കൂടെ ഒരുമിച്ച് കിട്ട് വന്നപ്പോ ആരും സപ്പോർട്ടില്ല. നീയേ കുറ്റക്കാരൻ. നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാരും വാദിക്കുന്നത്. ആരും സപ്പോർട്ട് ചെയ്യാതെ വരുന്ന സമയത്ത്
നമ്മുടെ എന്ത് സംഭവിക്കും? നമ്മൾ വീഴും. കൃപേന്ന് വീഴാൻ സാധ്യതയുണ്ട്. കർത്താവെ, ഞാൻ വീഴാതെ നിൽക്കണമെങ്കിൽ എന്നെ താങ്ങുന്ന അങ്ങയുടെ കാര്യം എനിക്ക് ആവശ്യമാണ്, അങ്ങയുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. കർത്താവെ, ഞാൻ വീഴാതെ നിൽക്കുന്നത് കൃപയെ നിൽക്കുന്നതിന് കാരണം ഒന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ സഹായം കൊണ്ടാ. ദൈവത്തിന്റെ സഹായം കൊണ്ടാ. ദൈവത്തിന്റെ സഹായം വ്യർത്ഥമല്ല. ദൈവത്തിന്റെ സഹായമാണ് വർത്തിട്ട്, അതാണ് വാല്യൂ ഉള്ളത്. ഈ സഹായം എനിക്ക് വേണം. ഈ സഹായം ഉള്ളതാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. ഇല്ലെങ്കിൽ ഓർത്ത് നോക്കിയാൽ പല കുടുംബങ്ങളും തകർന്ന പോലെ നമ്മൾ തകരില്ലായിരുന്നു. പലരും ക്ഷീണിച്ചു പോയതുപോലെ നമ്മൾ ക്ഷീണിച്ചു പോയില്ലായിരുന്നു. നമ്മളെ നിൽക്കുന്നത് പൗലോസ് പറഞ്ഞ വാചകം മറക്കരുത്. എന്നാൽ ഞാൻ ദൈവത്തിന്റെ സഹായം ലഭിക്കാൻ ഞാൻ ഇന്ന് വരെ നിൽക്കുന്നു. ഇന്ന് വരെ നിൽക്കാൻ കാരണം എന്താ? ദൈവത്തിന്റെ, ഇല്ലെങ്കിൽ തീർന്നെന്ന്. ദൈവത്തിന്റെ സഹായം ലഭിച്ചതുകൊണ്ടാണ് നമ്മൾ നിലനിന്നത്. 118-ാം സങ്കീർത്തനം 13-ാം വാക്യം വായിച്ചേ. എന്നെ വീഴുവാൻ തക്കവണ്ണം ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ ഒന്ന് പറഞ്ഞേ. പലരും തള്ളുക. എന്തിനാ തള്ളുന്നേ? വീഴുവാൻ തക്കവണ്ണം. നമ്മളെ പൊക്കി പറയുമ്പോൾ സൂക്ഷിക്കണം എന്നർത്ഥം. ഈ തള്ളുക എന്നുള്ള വാക്കിന് ഇപ്പോഴത്തെ ഒരു പുതിയ മീനിങ് ഉണ്ട്. പൊക്കി പറയുന്നതാണ്. എങ്കിൽ ഞങ്ങൾ അവൻ ആനയാന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ സൂക്ഷിക്കണം. എന്തിനാ ഈ പൊക്കി പറയുന്നതെന്ന് അറിയോ? തള്ളി താഴെയിടാനാ. സൂക്ഷിക്കണം. വളരെ സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണ്. അപ്പൊ തള്ളുന്ന നീ വീഴാൻ തക്കവണ്ണാണ് നീ എന്നെ തള്ളിയത്. ഒരു തള്ളുന്നതിനൊക്കെ പിന്നിലെ പ്രശ്നം എന്താ അറിയോ? ഞങ്ങൾക്കൊക്കെ ചെറിയ പ്രശ്നം കൂടുതലുള്ളവരാ. ദേവദാസന്മാരെ പ്രസംഗം നന്നായാലും ഇല്ലെങ്കിലും ഞങ്ങൾ പറയും നല്ല പ്രസംഗമായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. ഒന്ന് പൊക്കി കൊടുക്കണം, ഒന്ന് തള്ളി കൊടുക്കണതാണ്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? അങ്ങനെ തള്ളുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ? വീഴും. വീഴും. കൃപേന്ന് വീണു, അഹങ്കരിച്ചു പോവും, നിഗളിച്ചു പോവും. അത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ആരും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം. പ്രസംഗം കേട്ടിട്ട് നന്നായി ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. എന്താ കാരണം? കർത്താവേ, തള്ളു കിട്ടിയില്ലല്ലോ എന്ന് ഓർക്കുക. തള്ളു കിട്ടിയ പ്രശ്നം ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്. അടുത്ത ദിവസം പ്രസംഗിക്കാൻ പോലും പറ്റിയില്ല എന്ന് വരും. ബബ്ബ എന്ന് പറഞ്ഞിട്ട് നിൽക്കേണ്ടി വരും. ആ സ്ഥിതി വരാതിരിക്കണമെങ്കിൽ കർത്താവെ നീ എന്നെ താങ്ങണേ. വീഴുവാൻ തക്കവണ്ണം തള്ളി, എങ്കിലും നീ എന്നെ താങ്ങുക. ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നത് കർത്താവ് താങ്ങിയതുകൊണ്ടാണ്. നീ ചുരുക്കി ഒറ്റ വാചകം പറഞ്ഞ് ഞാൻ നിർത്താം. അവിടെ ഇപ്പൊ നമ്മൾ 7 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, കോപിക്കുന്ന വിഷയം നമ്മുടെ നേരെ വരാം. അപ്പോൾ കർത്താവിന് സപ്പോർട്ട് വേണം. നമ്മോട് പോരാടുന്നവർ കുറേ പേര് വരാം. ആ നേരത്ത് കർത്താവിന് സപ്പോർട്ട് വേണം. മൂന്നാമത്, യുദ്ധം ചെയ്യുന്ന അവസ്ഥകൾ വരാം. യുദ്ധത്തിന്റെ പ്രതീതിയായിട്ടുള്ള അനുഭവങ്ങൾ വരാം. ആ സമയത്ത് കർത്താവിന് സഹായം വേണം. വീഴാൻ വേണ്ടി നമ്മൾ നിൽക്കുന്ന കൃപയില. നമ്മൾ നിൽക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ വീഴാതിരിപ്പാൻ. അപ്പൊ കൃപയെന്ന് വീഴാതിരിപ്പാൻ കർത്താവിന് സപ്പോർട്ട് ആവശ്യമാണ്. പലരും വന്ന് തള്ളുന്നുണ്ട് വീഴാൻ വേണ്ടി. ആ സമയത്തും കർത്താവ് എന്നെ താങ്ങണം. അപ്പൊ 5 കാര്യം പറഞ്ഞു. 2 കാര്യം പൗലോസ് പറഞ്ഞു. എന്താ 2 കാര്യം പൗലോസ് പറഞ്ഞത്? ഞാൻ ഇന്ന് വരെ നിൽക്കുന്നത് കർത്താവിന് സഹായം ലഭിച്ചോണ്ടാണ്. കർത്താവിന് സഹായം ഇല്ലെങ്കിൽ എന്നെ മൗനവാസം വിടിയുമായിരുന്നു, മൗനവാസത്തിലേക്ക് പ്രവേശിക്കുമായിരുന്നു. അല്ലേ? നമ്മൾ മൗനവാസത്തിലേക്ക് പോകുമായിരുന്നു. ഒരു സംശയമില്ല. നമ്മളെ ഇന്ന് വരെ നിൽക്കുന്നത് കൃപ നിൽക്കാൻ കാരണം കർത്താവിന് സഹായം ലഭിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടൊന്ന് പറയണം, കർത്താവേ എനിക്ക് ഇനി സഹായം വേണം. ദൈവസഹായം എന്ന് പറഞ്ഞൊരു ട്രാക്ട് വേണ്ടിണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞൊരു ചെറിയൊരു പുസ്തകം, ദൈവസഹായം. അതിനകത്ത് കുറേ വാക്യങ്ങളാണ്. ഈ ദൈവത്തിന് സഹായം ലഭിക്കുന്ന ആവശ്യമുള്ള സമയത്ത് ലഭിക്കാൻ വേണ്ടുന്ന കുറേ വാക്യങ്ങളുള്ളൊരു ചെറിയ ട്രാക്ട് ഉണ്ടായിരുന്നു. ഇന്ന് ഞാനത് ഓർക്കുക. കർത്താവേ, അങ്ങയുടെ സഹായം വേണം. എന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കാൻ, മറ്റുള്ളവർ തകർന്നു പോകുന്നിടത്ത് ഞാൻ തകർന്നു പോകാൻ നിൽക്കണമെങ്കിൽ കർത്താവേ അങ്ങയുടെ സഹായം എനിക്ക് വേണം. ഒറ്റ വാചകം കൂടെ പറയാം. പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ചെറിയവനോടും വലിയവനോടും സാക്ഷ്യം പറഞ്ഞ് പോരുകയും ചെയ്യുന്നു. ചെറിയവരോടും വലിയവരോടും വർത്താനം പറയാൻ പറ്റണമെങ്കിൽ കർത്താവിന് സഹായം കിട്ടും. അതൊരു വലിയ ആൾക്കാരാ. നമ്മുടെ ബോസുമാരാന്നേ, നമ്മുടെ സൂപ്പർവൈസർമാരാ. അവരോടൊന്നും വർത്താനം പറയാൻ പറ്റുന്നില്ല. പലരോടും നമുക്ക് വർത്താനം പറയാൻ പറ്റുന്നില്ല. അവർ പറയുന്നതിനനുസരിച്ച് ഒപ്പത്തിന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. വാ തുറക്കാൻ പോലും പറ്റുന്നില്ല. എന്നാൽ കർത്താവ് പറയുക, ഞാനൊരു സപ്പോർട്ട് തന്ന ചെറിയവരാണെങ്കിലും വലിയവരോടാണെങ്കിലും എങ്ങനെ വർത്താനം പറയണം, അവരോടുള്ള രീതിയിൽ എങ്ങനെ വർത്താനം പറയണം, അത് പറയാൻ പറ്റും. അവിടെ കൊണ്ട് തീർന്നില്ല. അതിൽ ബാക്കി ഭാഗം ശ്രദ്ധിച്ചു നോക്കിയേ. അവരോട് ചെറിയവരോടും വലിയവരോടും എന്ത് പറഞ്ഞെന്ന് പറഞ്ഞേ? ആ വാക്ക് വിട്ടു പോരുത്. സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞ് പോരുകയും ചെയ്യുന്നു. സാക്ഷ്യം പറഞ്ഞ് സ്തോത്രം. ഒരു വാക്കും കൂടെ ഞാൻ ഒന്ന് ഉറപ്പിച്ച് പറയട്ടെ. ദൈവത്തിന്റെ സഹായം ലഭിച്ചാൽ നമുക്കൊരു സാക്ഷിയുണ്ട്. നമ്മുടെ സാക്ഷ്യം പോവാതെ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ സഹായം വേണം. ദൈവത്തിന്റെ സഹായം കൊണ്ടാ
നമുക്കൊരു സാക്ഷിയായിട്ട് നിൽക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ സാക്ഷ്യം പോവും, കൃപേന്ന് പോവും. സ്തോത്രം, മനസ്സിലായോ? നമ്മൾ ശേഷം മനുഷ്യനെ പോലെയാവും. കൃപേന്ന് പോകാതെ ദൈവമക്കളെ ദൈവസഭയിൽ നിലനിൽക്കണമെങ്കിൽ കർത്താവ് ഞങ്ങളുടെ സഹായം വേണം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാമോ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാമോ? എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഏകാഗ്രമാക്കിക്കൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവത്തിന് അധിപതിയായ ദൈവമേ, കർത്താവ് ഞങ്ങള് പുഴുവായ അനുഭവത്തിലാണ്, എളിയവരാണ്, ചെറിയവരാണ്, ശേഷമാണ് കർത്താവ്. ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ് നാഥ. നിങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല നാഥ. എന്നാൽ ഞങ്ങളെ ശക്തീകരിക്കുന്ന, ഞങ്ങളെ ബലപ്പെടുത്തുന്ന, ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങളെ താങ്ങുന്ന ഒരു കരമുള്ളതിനായി നന്ദി പറയുന്നു നാഥ. കർത്താവെ, അങ്ങൊന്ന് മുറുകെ പിടിച്ച് ഞങ്ങളെ താങ്ങണമേ, ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സഹായത്തിന് വേണ്ടി ഞങ്ങൾ വീണ്ടും യാചിക്കുന്നു. കൃപ കൊണ്ട് നിൽക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ.